നമസ്കാരം. ഒരു കാലത്ത് പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനങ്ങൾ, എൻട്രി ലെവൽ ഹാച്ച്ബാക്ക് വാഹനങ്ങൾ ഇവയ്ക്കൊക്കെ വളരെ കൂടുതൽ സെയിലുണ്ടായിരുന്നു. കൂടുതലും ആളുകൾ വാങ്ങുന്ന ഒരു കാറ്റഗറി ഈ പറയുന്ന ഒരു കാറ്റഗറിയിലെ വാഹനങ്ങളായിരുന്നു. അതിൽ ഇപ്പോൾ നിലവിൽ ഡീസൽ എഞ്ചിൻ ഉള്ളത് ആൾട്രോസിന് മാത്രമാണ്. ഹാച്ച്ബാക്ക് വാഹനങ്ങളിൽ നിന്നും ഡീസൽ എഞ്ചിൻ ഒഴിവാക്കിയത് ഇത്തരം വാഹനങ്ങളുടെ സെയിലിനെ കാര്യമായിട്ട് ബാധിച്ചു. അതുമാത്രമല്ല, ആളുകൾക്കുണ്ടാകുന്ന SUVകളോടുണ്ടാകുന്ന ഒരു അഭിനിവേശവും തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളുടെ സെയിലിനെ ബാധിച്ചു. ഇന്ന് ആളുകൾ കൂടുതലായിട്ടും വാങ്ങുന്നത് പ്രീമിയം കാറ്റഗറിയിലുള്ള SUV വാഹനങ്ങളും കോമ്പാക്റ്റ് SUV വാഹനങ്ങളും, അതുമാത്രമല്ല ഈവൻ മൈക്രോ SUV ടാഗ് ലൈനിൽ വരുന്ന വാഹനങ്ങളും ക്രോസ് ഓവർ വാഹനങ്ങളൊക്കെയാണ്. എന്നിരുന്നാലും 2025 മെയ് മാസം ഏറ്റവും കൂടുതൽ വിറ്റ ഹാച്ച്ബാക്ക് വാഹനങ്ങളെ നമ്മളൊന്ന് റാങ്ക് ചെയ്യുകയാണ്. 1 മുതൽ 10 വരെയാണ് ഈ ഒരു റാങ്കിങ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല വാഹനങ്ങളും സ്ട്രഗിൾ ചെയ്യുകയാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ കാർ എന്ന് നമ്മൾ വിളിക്കുന്ന ഇഗ്നിസ് 2025 മെയ് മാസം വെറും 1855 യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത്. മാരുതി സുസുക്കിയുടെ ഒരു കണക്കിൽ 2000 യൂണിറ്റിന് താഴെ വിൽക്കുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്ലോപ്പാണ്. ഒരു 5000 യൂണിറ്റൊക്കെ വിൽക്കുന്ന വാഹനങ്ങൾ തന്നെ അവരുടെ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫ്ലോപ്പായ വാഹനങ്ങളാണ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയ് മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഹാച്ച്ബാക്ക് വാഹനങ്ങളെ കുറിച്ചിട്ടാണ്. ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കണ്ട് ഒന്ന് വിലയിരുത്തിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2025 മെയ് മാസം 10ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹനം വെറും 6 യൂണിറ്റുകൾ മാത്രമാണ് അധികമായിട്ട് ഇഗ്നിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ മോഡൽ വിറ്റത്. ഇഗ്നിസ് 1855 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ സെലേറിയോ എന്ന് പറയുന്ന മാരുതി സുസുക്കിയുടെ ഹാച്ച്ബാക്ക് വാഹനം 1861 യൂണിറ്റുകൾ വിറ്റു. അതായത് 2025 മെയ് മാസം സെലേറിയോ 1861 യൂണിറ്റുകളാണ് വിറ്റത്. CNGയിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. വളരെ കൂടുതൽ മൈലേജ് CNGയിൽ ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി ഒരു 34 കിലോമീറ്റർ പെർ kg ആണ് CNGയുടെ മൈലേജ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5,64,000 മുതൽ 7,73,000 വരെയാണ്. ഇനി 9ാമത്തെ സ്ഥാനത്തേക്ക് വരുന്നൊരു വാഹനം, അതിനൊരു വലിയൊരു പ്രതീക്ഷയുള്ളൊരു വാഹനമാണ്. കാരണം അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. ടാറ്റയുടെ 10 ഇലക്ട്രിക് കാറുകളിൽ ഒരെണ്ണം, അതായത് 2025 ആവുമ്പോഴത്തേക്കും ടാറ്റ 10 ഇലക്ട്രിക് കാറുകൾ ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പാസഞ്ചർ കാർ വിഭാഗത്തിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് പറയുന്നത് 2019 നമ്മളെ കാണിച്ച, പിന്നീട് ക്രമാനുഗതമായിട്ട് അതിനൊരു അപ്ഡേഷനൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിക്ക് ഇറക്കും എന്ന് പറയുന്ന ആൾട്രോസ് തന്നെയാണ്. ആൾട്രോസ് 2025 മെയ് മാസം 2779 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞു. ഈ റീസെൻ്റ്ലിയാണ് ഈ ഒരു വാഹനത്തിന് അപ്ഡേഷൻ ലഭിച്ചത്. ഡീസലിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ ഇലക്ട്രിക് വേർഷനും കൂടി ഉടനെ തന്നെ വരാൻ പോകുന്നുണ്ട്. 6,89,000 മുതൽ 11.5 ലക്ഷം, അപ്രോക്സിമേറ്റ്ലി 11.5 ലക്ഷമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഇനി 8ാമത്തെ സ്ഥാനത്ത് ഒരു കാലത്ത് വളരെയധികം സെയിലുണ്ടായിരുന്നൊരു വാഹനമാണ്. ഇന്നും മോശമല്ല, കാരണം ഡീസൽ എഞ്ചിൻ ഭാരത് സ്റ്റേജ് 6 ഒക്കെ വന്നപ്പോഴത്തേക്കും പതുക്കെ ഒഴിവാക്കി കളഞ്ഞു. അത് ഈ ഒരു വാഹനത്തിൻ്റെ സെയിലിനെ കാര്യമായിട്ട് ബാധിച്ചു. ഹ്യുണ്ടായുടെ i20 ആണ്. 4,090 യൂണിറ്റുകളാണ് 2025 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻലൈൻ എന്ന് പറയുന്നൊരു വേർഷനും ഉണ്ട്. 7,04,000 മുതൽ 11,25,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഇനി വരാൻ പോകുന്നത് 7ാമത്തെ സ്ഥാനത്തെ വാഹനമാണ്. അതും ഒരു ഹ്യുണ്ടായി വാഹനമാണ്. i10 ആണ്. 4,344 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ കൂടുതലുള്ളൊരു വലിയൊരു ഓഫർ ഇപ്പോൾ i10ൻ്റെ മേലെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്രെറ്റ ഒഴിച്ച് ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹ്യുണ്ടായി ലൈനപ്പിലുള്ള വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്. 5,98,000 മുതൽ 8,62,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഇനി 6ാമത്തെ സ്ഥാനത്ത് ഒരു വ്യാജനാണ്, ഒരു ലോഗോ മാറ്റിയൊരു വാഹനമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീബാഡ്ജ് വാഹനമാണ്. മാരുതി സുസുക്കിയുടെ ബലീനോയെ റീബാഡ്ജ് ചെയ്തിട്ട് ടൊയോട്ട ഗ്ലാൻസ എന്ന പേരിൽ ഇറക്കിയിട്ടുണ്ട്. ഈ വാഹനത്തിന് 2025 മെയ് മാസം 4,753 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞു. 6,90,000 മുതൽ 10 ലക്ഷം വരെയാണ് 6ാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഗ്ലാൻസയുടെ ഷോറൂം പ്രൈസ്. ഇനി 5ാമത്തെ സ്ഥാനത്ത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റും. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി അതിൻ്റെ ഒരു ഗുണവും കണ്ടു തുടങ്ങി. ഓൾട്ടോ K10 ആണ്. എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് വാഹനമാണ്. 4,970 യൂണിറ്റുകൾ
2025 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. AMD ട്രാൻസ്മിഷൻ ഉണ്ട് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. 4,23,000 മുതൽ 6,21,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 4ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളൊരു വാഹനം, പേഴ്സണലി എനിക്ക് ആ ഒരു വാഹനത്തോട് വലിയ ഇഷ്ടമാണ്. കാരണം ഇത് ടിയാഗോയാണ്. 6,407 യൂണിറ്റുകൾ 2025 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്ടം എന്ന് ചോദിച്ചാൽ, CNGയിൽ AMD ഉള്ള ഒരേ ഒരു ഹാച്ച്ബാക്ക് വാഹനം എന്ന് പറയുന്നത് ടാറ്റയുടെ ടിയാഗോ ആണ്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്. ഡീസൽ ഇല്ല എന്നുള്ളത് വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയാം. കാരണം ഡീസൽ കൊടുക്കാൻ സാധ്യതയില്ല, ഒരിക്കലും വരത്തില്ല. കാരണം ഡീസൽ എഞ്ചിനൊക്കെ ഇത്തരം വാഹനങ്ങളിൽ വന്നാൽ പ്രൈസ് വളരെയധികം കൂടും. 5 ലക്ഷം മുതൽ 8,43,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. എന്നാൽ ഇതിൻ്റെ ഇലക്ട്രിക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇലക്ട്രിക് വാങ്ങുന്നുണ്ട്. ജനറേഷൻ 1 പ്ലാറ്റ്ഫോമാണ്. എന്നാൽ പോലും ഇപ്പോൾ നല്ല രീതിക്ക് അപ്ഡേഷൻ ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനിൽ ലഭിച്ചു. 7,99,000 മുതൽ 11,14,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 3ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ ബലീനോ ആണ്. റീസെൻ്റ്ലി ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ഈ ഒരു വാഹനമാണ് 10,000-ന് മുകളിലേക്ക് സെയിൽ ക്രോസ് ചെയ്തിട്ടുള്ളത്. 2025 മെയ് മാസം 11,618 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. പെട്രോളിലും CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി എനിക്ക് തോന്നുന്നു അറീന ഷോറൂമിൽ എല്ലാ വാഹനങ്ങളും 6 എയർ ബാഗ് ആക്കി. അതിനുശേഷം ഇനി നെക്സ ഷോറൂമിൽ എല്ലാ വാഹനങ്ങളും 6 എയർ ബാഗ് ആക്കും. 6,70,000 മുതൽ 9,92,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 2ാമത്തെ സ്ഥാനത്തുള്ള വാഹനം തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന വാഹനമാണ്. വാഗണാറാണ്. 1 ലിറ്ററിലും 1.2ലും അവൈലബിൾ ആണ്. 13,949 യൂണിറ്റുകൾ 2025 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. മികച്ച സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി കാറാണ്. 5,79,000 മുതൽ 7,62,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. 3 സിലിണ്ടർ എഞ്ചിനാണ് 1 ലിറ്റർ. എന്നാൽ 1.2ലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് 4 സിലിണ്ടർ എഞ്ചിനാണ്. AMD ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി 1ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് Z12E എന്ന് പറയുന്ന എഞ്ചിനോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.2 ആണ്. അത് എടുത്തു വരേണ്ടതാണ്. നല്ല മൈലേജൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ പ്രാക്ടിക്കലി റിയൽ ലൈഫിൽ 25 കിലോമീറ്ററൊക്കെ പറഞ്ഞെങ്കിലും ഒരു 18-19 കിട്ടുന്നത് എന്ന അഭിപ്രായം വരുന്നൊരു വാഹനമാണ്. എന്നാൽ പോലും 1ാം സ്ഥാനത്തേക്ക് ആ ഒരു വാഹനം വന്നിട്ടുണ്ട്. CNG ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. 1ാം സ്ഥാനത്ത് മാരുതി സുസുക്കി സ്വിഫ്റ്റാണ്. 2025 മെയ് മാസം 14,135 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. 6,49,000 മുതൽ 9,64,000 വരെയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലേറി ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല എസ്പ്രസോ, ഇഗ്നിസ് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ 2,000 യൂണിറ്റിൻ്റെ താഴത്തേക്ക് വന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വാഹനങ്ങളൊക്കെ സർവൈവ് ചെയ്യുമോ? ഇഗ്നിസിൻ്റെ കാര്യം എടുത്തു വരേണ്ടതായിട്ടുണ്ട്. കാരണം ഇഗ്നിസ് ഇനി നിലനിർത്തുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.